ജാനി ഉറങ്ങുക. ഹായ് എവരിവൺ, സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഇന്ന് സാറ്റർഡേ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഞാനപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വീക്കെൻഡ് വ്ളോഗായിരിക്കും. ഞാൻ സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ തന്നെ മറന്നുപോയി. സാറ്റർഡേ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ചോറ്റാനിക്കര പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തി. കോഴിക്കോട് നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും എനിക്ക് പറ്റുന്ന അമ്പലങ്ങളിലെല്ലാം ഞാൻ പോകാറുണ്ട്. അങ്ങനെ ഇന്ന് ചോറ്റാനിക്കരയിലെത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് അച്ഛൻ്റെ കൂടെ ചോറ്റാനിക്കര വരുമ്പോൾ ഉള്ള ഓർമ്മയായിരുന്നു ഇങ്ങനെ ആനയെ ഇവിടെ വന്ന് കാണുക എന്നുള്ളത്. അതുപോലെ തന്നെ അമ്മാവൻ എന്താ ജാനീനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ആനയെ ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക്. ആനയുടെ ടോയ്സും പാട്ടും ഒക്കെ വലിയ കാര്യമാണ്. ആന എങ്ങനെ തുമ്പിക്കൈ പോക്കണ? അങ്ങനെ തുമ്പിക്കൈ പോക്കില്ലേ? അങ്ങനെ മേൽക്കാവിലും കീഴ്ക്കാവിലും എല്ലാം തൊഴുതു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചോറ്റാനിക്കരയിൽ തന്നെയുള്ള ബൃന്ദാവൻ റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ ഫുഡ് വന്ന് കഴിക്കാൻ നേരത്ത് ജാനി ഇതുപോലെ ഒറ്റയ്ക്കെടുത്ത് കഴിക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ നേരം അതങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. ആദ്യം പറഞ്ഞ പോലെ തന്നെ വ്ളോഗ് എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മിസ് ഔട്ട് ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ അമ്മായിയും ചേട്ടനും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ജാനി അവരായിട്ട് ഭയങ്കര കളിയായിരുന്നു. ചെറിയ ആൾക്ക് ഇതൊന്നും ബാധകമല്ലാതെ നല്ല ഉറക്കും. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്നോട് സോയ ഫ്രൈ ഉണ്ടാക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു. അത് സെറ്റാക്കി വെച്ചു. ഋതു എഴുന്നേറ്റപ്പോഴത്തേക്കും ചേച്ചി ഇതാ പോയി സ്നേഹിക്കാൻ തുടങ്ങി. ഊണ് കഴിഞ്ഞ് അവർ തിരിച്ചു പോയപ്പോൾ ജാനി ഞാനും ഉച്ചയ്ക്ക് നല്ല ഉറക്കം ഉറങ്ങി. ഈവനിങ് ആയപ്പോൾ ഇതാ ഒരു ചായ കുടിച്ചു. അങ്ങനെ ഇരിക്കെ രാത്രി ആയപ്പോഴത്തേക്കും അർജുൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് അർജു എത്തി. ഉച്ചയ്ക്ക് അർജു ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി വീട്ടിലെത്തിയതാണ്. അപ്പോൾ ജാനിയുടെ റിയാക്ഷനാ. ഒരാളെ പുന്നാരിച്ച് കഴിഞ്ഞിട്ട് അമ്മാവൻ്റെ അടുത്ത ആളെ എടുത്തിട്ടുണ്ട്. ചെക്കൻ വല്ല കാര്യമായിട്ട് അമ്മാവൻ്റെ കയ്യിലിരിക്കുക. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയി, സൺഡേ. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിള്ളേരായിട്ട് ഞങ്ങൾ 4 പേരും ഇതുവരെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാറ്റർഡേ എടുത്ത് തുടങ്ങിയ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ മിസ് ചെയ്ത് പോയിട്ട് ഞാൻ സൺഡേയിലത്തെ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എനിക്കറിയില്ല എവിടെയാണ് അമ്മായി പറയൂ. എവിടെയാണ് നമ്മൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. നമ്മൾ അച്ഛയുടെയും അമ്മയുടെയും അമ്മാവന്റെയും അമ്മായിയുടെയും ചേച്ചിയുടെയും കൂടെ പുറത്തു പോണു. അങ്ങനെ തന്നെ. അങ്ങനെ ഇന്ന പ്ലേസ് ഒന്നും ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. എവിടേക്കെങ്കിലും ജസ്റ്റ് പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റുന്നിടത്ത് പോയി നോക്കാം. കാക്കനാട് ഏരിയയിലേക്ക് എഴുതിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഓൾറെഡി ഊണ് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഫുഡ് അടിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിള്ളേരായിട്ട് പോയി എൻജോയ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഹോയ് പഞ്ചാബിലാണ് എത്തിയത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡെല്ലാം ഓർഡർ ചെയ്തു. ഞാൻ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോയ് പഞ്ചാബിലെ ഗുലാബ് ജാമുൻ, അത് മസ്റ്റ് ട്രൈ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് ഓർഡർ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഹോയ് പഞ്ചാബിലെ ഫുഡ് റെക്കമെൻഡേഷൻ വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കാനുള്ള ഈഗറായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇതാണ് ആ ഐറ്റം, പാലക് ചാട്ട് അങ്ങനെ എന്തായിരുന്നു എൻ്റെ പേര് കറക്റ്റായിട്ട് ഓർക്കണില്ല. പക്ഷെ വന്നപ്പോൾ അത് കഴിച്ചിട്ട് ഒന്നും പറയാനില്ല, കിഡിലമാണ്. നല്ലൊരു മസ്റ്റ് ഹാവ് എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് അവിടുത്തെ. ഞങ്ങളത് ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ട് രണ്ടാമതും ഓർഡർ ചെയ്തു. ജാനിയും ഇടയിലൂടെ ഞങ്ങളുടെ ഫുഡൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണ്ടായിരുന്നു. ഇഷ്ടമായി തോന്നുന്നു. തൈരിൻ്റെ കണ്ടന്റ് ആയതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമാണ്.
കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു. എന്നിട്ട് വേറൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ വെഡ്ഡിങ് റിസപ്ഷന് പോയപ്പോൾ നമ്മുടെ കസിൻസും എല്ലാവരുമായിട്ട് കുറച്ചധികം നേരം അങ്ങനെ സമയം കളഞ്ഞു. ജാനി ഫുൾ അവളുടെ കസിൻസിൻ്റെ ഒക്കെ കൂടെ പ്ലേ ടൈം ആയിരുന്നു. അങ്ങനെ നമ്മൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെയൊക്കെ ഒന്ന് കയറി ഗ്രീറ്റ് ചെയ്തു. നമ്മുടെ കാറ്ററിങ്ങിൻ്റെ തന്നെ ഫുഡായിരുന്നു. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പയ്യെ വീട്ടിൽ. ഇവന്തോ ഈ സാറ്റർഡേ സൺഡേ നല്ല ഇവൻറ്റ്ഫുൾ ആയിരുന്നെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഞാൻ മിസ് ചെയ്തു പോയി. കാരണം ഇതൊരു ശീലമല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇനിയും നല്ല വീഡിയോസായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.